തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭഗവാൻ മുരുകന്റെ ആറുകട വീടുകളിൽ രണ്ടാമത്തേതാണ്. പുരാണമനുസരിച്ച് ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനു ശേഷം ശ്രീ മുരുകൻ അസുര രാജാവായ സൂരപദ്മനെ നിഗ്രഹിച്ച് വിജയം നേടിയ സ്ഥലമാണ് തിരുച്ചെന്തൂർ എന്നാണ് വിശ്വാസം. ആയിരത്തിലേറെ വർഷങ്ങളുടെ ആരാധനാ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്തും പിന്നീട് ചോള, വിജയനഗര, മധുര നായക്ക ഭരണാധികാരികളുടെ കാലത്തും വികസിപ്പിക്കുകയുണ്ടായി. 17ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഈ ക്ഷേത്രം കൈവശപ്പെടുത്തി. ദ്രാവിഡ വാസ്തുവിദ്യയുടെ മനോഹര മാതൃകയായ ഈ ക്ഷേത്രത്തിന്റെ രാജഗോപുരം കടലിനെ അഭിമുഖീകരിച്ച് ഏകദേശം 137 അടി ഉയരത്തിൽ നിൽക്കുന്നു. കൂടാതെ വിശാലമായ മണ്ഡപങ്ങൾ, മനോഹരമായ ശില്പങ്ങൾ, പ്രാകാരങ്ങൾ എന്നിവ ക്ഷേത്രത്തിന്റെ കലാസൗന്ദര്യം വിളിച്ചോതുന്നു. കടലിന് തൊട്ടരികിലായിട്ടും ശുദ്ധജലം ലഭിക്കുന്ന നാഴിക്കിണർ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. ആദ്യം കടൽ ജലത്തിലും ശേഷം നാഴിക്കിണറിലെ ജലത്തിലും സ്നാനം ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ്. മുരുകൻ തന്റെ വേൽകൊണ്ട് ഭൂമിയിൽ കുത്തിയപ്പോൾ രൂപപ്പെട്ടതാണ് നാഴിക്കിണർ എന്നതാണ് ഐതിഹ്യം. ചരിത്രവും പുരാണവും ഭക്തിയും വാസ്തുവിദ്യയും പ്രകൃതി സൗന്ദര്യവും ഒരുമിക്കുന്ന പ്രധാനപ്പെട്ട മുരുകക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം.